ലൈഫിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ പരാജയങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോവാണ്. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ റോബിൻ ശർമ്മയുടെ സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കിൽ നിന്ന് എടുത്തതാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഏതാണ് പുസ്തകം എന്ന് പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഏതാണ് നോക്കാം നമുക്ക്. ഒന്നാമത്തത് 20-20-20 പ്രിൻസിപ്പിൾ. നിങ്ങൾ 2020 എന്നൊക്കെ വളരെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 2020 ക്രിക്കറ്റ് കേട്ടിട്ടുണ്ടാവും, 2020 ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് സാർ ഈ 20-20-20 റൂൾ എന്ന് പറയുന്ന സംഭവം? വളരെ സിമ്പിളായിട്ട് റോബിൻ ശർമ്മ ഇതിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മണിക്കൂറുണ്ട്. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു മണിക്കൂറുണ്ട്. ആ മണിക്കൂറിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ റോബിൻ ശർമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? 3 രീതികളിൽ 3 മിനിറ്റുകളായിട്ട്. ഈ 20-20-20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റാണ്. ആദ്യത്തെ 20 മിനിറ്റ്, ഒരു മണിക്കൂറിൽ 60 മിനിറ്റാണ് നമുക്കുള്ളത്, നമുക്കറിയാം. ആ 60 മിനിറ്റിന് 20-20-20 ആയിട്ട് 3 സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സാർ ആ ഒരു ഗോൾഡൻ അവർ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട മണിക്കൂർ ഏതാണ് രാവിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക ദാറ്റ് ഈസ് 5 AM to 6 AM ആണ്. 5 മണി മുതൽ 6 മണി വരെയുള്ള ഈ പറഞ്ഞ ഗോൾഡൻ അവറിൽ നിങ്ങൾ ചെയ്യേണ്ട ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ രാവിലെ എണീക്കുന്നത് 5 മണിക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന വളരെ ഗണ്യമായിട്ടൊരു മാറ്റമുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. 5 മണി തൊട്ട് 5:20 വരെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എക്സസൈസാണ്. നിങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്നവരാണെങ്കിൽ നമ്മളെ സൂര്യൻ്റെ ഒരു സിനിമയുണ്ട്, തമിഴ് സിനിമ. ആ സിനിമയിൽ സൂര്യ പറയുന്നുണ്ട് നിങ്ങളെ ഫിസിക്കൽ സ്ട്രെങ്ത് നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും കൂടെ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എക്സസൈസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളത്. ഓക്കെ, 5 മണിക്ക് നിങ്ങൾ എണീച്ച് കഴിഞ്ഞാൽ 5 മണി തൊട്ട് 5:20 വരെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് സ്ട്രെങ്ത് എബിലിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെവി വെയ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വെരി വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനുശേഷം 5:20 മുതൽ 5:40 വരെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഗോൾസ് ഉണ്ടാവും, കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിൽ. ആ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗോൾസിന് വേണ്ടിയിട്ട്, ആ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ള കാര്യം ഒന്ന് ജേണൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒന്ന് ജേണലായിട്ട് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് വെരി നൈസ്. കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ രാവിലെ തന്നെ പറയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇന്ന് ഒരു സ്വപ്നം അല്ലെങ്കിൽ ഇന്നൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യും, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇന്നത് ഭാവിയിൽ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് ജേണൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, അതിനുശേഷം 5:40 മുതൽ 6 മണി വരെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പാഷന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വയലിൻ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ, പാട്ട് പാടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്താണോ പാഷൻ, നിങ്ങൾക്ക് ഇവിടെ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് 5:40 മുതൽ 5 എത്രയാണോ അടുത്ത 20 മിനിറ്റ്സ് അതിൽ 10-10 നിങ്ങൾ അതിനെ തരംതിരിക്കുക. 10 മിനിറ്റ് നിങ്ങളുടെ പാഷന് വേണ്ടി തരംതിരിക്കുക. ദെൻ നിങ്ങളൊരു മെഡിറ്റേഷന് വേണ്ടിയിട്ടും കൂടെ കണ്ടെത്തുക. മെഡിറ്റേഷൻ ഇൻ ദ സെൻസ് സാർ ഇവിടെ എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സസൈസ് അല്ല സാർ ഉദ്ദേശിക്കുന്ന മെഡിറ്റേഷൻ, യോഗ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ആക്കാം. ഒരു സെൽഫ് കോൾ നിങ്ങൾ സ്വന്തം തന്നെ കൊണ്ടുവരാൻ നോക്കുക. ഈ ഒരു ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് 10-10 തരംതിരിക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്വിൻ സൈക്കിൾ ഓഫ് ലൈഫ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം സാർ 3 കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ രണ്ടാമത്തെയാണ് ട്വിൻ സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾ ട്വിൻ എന്ന് പറഞ്ഞാൽ കണ്ടെന്ന് മനസ്സിലാവും. 2 നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ഉള്ളവരായിരിക്കാം, ജോലി ഇല്ലാത്തവരായിരിക്കും, നിങ്ങൾ പഠിക്കുന്നവരായിരിക്കും, നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കും. ഇത് കാണുന്ന ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന സാധനം ഉണ്ടാവണം, അല്ലെങ്കിൽ സ്റ്റഡി ലൈഫ് ബാലൻസ് എന്ന സാധനം ഉണ്ടാവും. ഫുൾ ടൈം പഠിത്തം അല്ലെങ്കിൽ ഫുൾ ടൈം വർക്ക് എന്നുള്ളൊരു ചിന്ത മാറ്റി വെച്ചിട്ട് അതിനോടനുബന്ധിച്ച് നിങ്ങൾ റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ റെസ്റ്റിനും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ലീപ്പ് എന്ന് പറഞ്ഞ സാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്ലീപ്പ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങൾ മിനിമം 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. ആ ഉറങ്ങുന്നതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് തന്നെ നിങ്ങൾ കൊടുക്കുന്ന റിലാക്സേഷനാണ്. ഓക്കെ, നിങ്ങൾ പറയാണ് ഓക്കെ നീ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാ, നീ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് നമ്മുടെ ബോഡിയോട് നമ്മൾ പറയാണ്. ഈ സ്ലീപ്പിലൂടെയും കുറച്ച് റെസ്റ്റിലൂടെയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സമാധാനപരമായിട്ടൊരു ചുമ്മാ കൗച്ചിൽ കിടന്ന് ഉറങ്ങുന്നത് വരെ എന്താണ്, ചുമ്മാ കൗച്ചിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കുന്നത് തന്നെ ഒരു റിലാക്സേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കിനോടനുബന്ധിച്ച് വർക്ക് ഈസ് ഈക്വൽ ടു റെസ്റ്റ് എന്നല്ല സാർ ഉദ്ദേശിച്ചത്. വർക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് എന്തിനും ഉള്ളത്, റെസ്റ്റിനുള്ളത്. അതെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ വർക്ക് എന്താ, ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ വർക്ക് എന്താ, നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ബോഡീനെ റെസ്റ്റും കൂടെ കൊടുക്കുക, സ്ലീപ്പ് കൊടുക്കുക. ഓക്കെ, ഉറക്കുക. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുക. മാക്സിമം ഉറങ്ങുക വെച്ചാൽ 6 മുതൽ 8 മണിക്കൂർ വരെ അങ്ങ് പോത്തുപോലെ കിടന്ന് ഉറങ്ങണം എന്നല്ല സാർ ഉദ്ദേശിച്ചത്. 6 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ഉറങ്ങുക എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ട്വിൻ സൈക്കിൾ ഓഫ് ലൈഫ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ബാധകമാക്കുക. നിങ്ങളിനി പഠിച്ച് വലിയ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവണം, ഈ പറഞ്ഞിട്ടുള്ള ഒരു
ബാലൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി അവസാനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തെ കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും 4 എംപയേഴ്സ് ഓഫ് ലൈഫ്. ഈ പറഞ്ഞിട്ടുള്ള 4 പില്ലേഴ്സ് അല്ലെങ്കിൽ എംപയേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ നിങ്ങൾ ഒന്നാമത്താണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ സാധനം. നിങ്ങളുടെ ലൈഫിൽ എന്ത് വന്നോട്ടെ, നീ പോകുമോനെ ദിനേശ എന്ന് പറഞ്ഞ് തിരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ മൈൻഡ് സെറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തട്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഓക്കെ നിങ്ങൾ എന്ത് പറയാം, ഞാൻ ഓക്കെയാണ്, ഞാൻ സെറ്റാണ്, പവറാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പരീക്ഷയ്ക്ക് 80ൽ 5 മാർക്ക് കിട്ടിയാലും 8 മാർക്ക് കിട്ടിയാലും എനിക്ക് 80 മാർക്ക് മേടിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലേ, ഞാൻ അടുത്ത എക്സാമിന് കിഡിലോസ്കി തിരിച്ച് വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയാക്കാം. രണ്ടാമതാണ് ഹാർട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൈൻഡ് ഹാർട്ടഡ് ആയിരിക്കുക. നിങ്ങളെല്ലാവരോടും ഇങ്ങനെ വലിയ എന്താ പറയുക ദേഷ്യപ്പെട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള കാര്യം എന്ന് കരുതിയിട്ട് ഭൂമിയോളം താഴണം എന്നല്ല സാർ പറയും. നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് കൈൻഡ് ഹാർട്ടോടുകൂടി നേരിടാൻ പറ്റണം. അതിനനുസരിച്ച് നമ്മളെ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഒരു നല്ല ഹാർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, നല്ലൊരു ഒരു ഹാർട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമല്ല ഇവിടെ ഹാർട്ട് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിസിക്കലിയും കൂടെ നിങ്ങൾ ഓക്കെ ആയിരിക്കണം. ഹാർട്ട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഹാർട്ടിന് പണി കിട്ടിയാൽ നമ്മൾ ചത്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഹാർട്ടിനും കൂടെ നല്ല എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ ഹാർട്ടിനും കൂടെ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവുക എന്നതുകൂടെ ഇവിടെ മീൻ ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽത്ത് സെറ്റ്. ഇവിടെയാണ് ആക്ച്വലി ആ ഫിസിക്കലിൻ്റെ കാര്യം വരുന്നത്. നിങ്ങളുടെ നല്ല ആരോഗ്യത്തോടെ നല്ല ഫുഡ് കഴിച്ച് നല്ല വെള്ളം കുടിച്ച് മിനറൽസ് കഴിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ ഹെൽത്തിനെ കൊണ്ടുപോകാൻ പറ്റുന്ന, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്കൊരു 70 വയസ്സ് 80 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവും. ഓക്കെ, റെഡി. അപ്പം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നല്ല ശുദ്ധവായു ശ്വസിക്കാൻ ശ്രമിക്കുക, നല്ല വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആളുകളുമായിട്ട് സംസാരിക്കുക. ഇതൊക്കെ എന്താണ് ഹെൽത്ത് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ അവിടെയാണ് നല്ല ആളുകളുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാണ് സോൾ സെറ്റ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റുമുള്ള കണക്ഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്ന കണക്ഷനൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുക. നിങ്ങളെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള സൂര്യപ്രകാശമോ വെളിച്ചോ ആ ഒരു ആളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ജനലങ്ങൾ അടച്ചേക്കും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു സോളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റട്ടെ. നിങ്ങൾ നല്ലൊരു സർക്കിളിൻ്റെ ഉള്ളിൽ പെടാം, നല്ല ഫ്രണ്ട്സ് സർക്കിളിനുള്ളിൽ പെടുന്നത്. നിങ്ങൾ നല്ല പാരൻസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ എൽഡേഴ്സിനോട് ടീച്ചേഴ്സിനോടൊക്കെ നിങ്ങൾ നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിനാണ് സോൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഏതാണ് ആ റോബിൻ ശർമ്മയുടെ ബുക്ക് എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കാണാം. നന്നായിട്ട് പഠിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചിരിക്കുക. ബൈ ബൈ.